ബോസിൻ്റെ ലാസ്റ്റ് സീസണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടൻറ്റും ഇല്ല. നമുക്കൊരു കണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനം നമ്മളായിട്ട് ഉണ്ടാക്കി എടുത്തതാണ്. കാര്യം ഒരു മൊറാലിറ്റി ഇല്ലാതെ പോയ, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോയ ഒരു സീസണായിരുന്നു ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് സീസൺ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് റിവ്യൂ എടുക്കാൻ നമ്മൾ പോയാൽ പോലും അതിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് താല്പര്യമില്ലടേ, ഒന്നും കൊള്ളൂലടേ എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു അനുഭവമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുണ്ടായിരുന്ന ഏക കണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി വന്ന് സിജയെ ഇടിക്കുന്നതും പിന്നീട് റോക്കിയെ പുറത്താക്കി. പിന്നെ ഉണ്ടായിരുന്നൊരു ഗബ്രി ജാസ്മിനും പ്രണയം. പ്രണയം അല്ലാതെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയം. ജാസ്മിൻ മൈക്കിടാതെ പോകുന്നു. ബിഗ് ബോസിനെ കയറി ജാസ്മിൻ ചീത്ത വിളിക്കുന്നു. ബിഗ് ബോസ് പറയുന്നത് ഒന്നും ജാസ്മിൻ അനുസരിക്കുന്നില്ല. ഈ ഒരു പ്രണയത്തിൻ്റെ മാത്രം ഇങ്ങനെ ക്യാമറയെ കാണിച്ചുകൊണ്ടിരുന്നു. ജാസ്മിൻ നേരെ ഗെയിം ചെയ്യില്ല, ജാസ്മിൻ നേരെ കുക്ക് ചെയ്യാൻ കയറത്തില്ല, ജാസ്മിൻ നേരെ നേരത്തെ കാലത്ത് എണീക്കത്തില്ല. പക്ഷേ എന്നാലും ക്യാമറ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രണയത്തിലോട്ട് വെച്ച് എല്ലാവരും പറഞ്ഞു ബിഗ് ബോസിലെ ഇപ്പോഴത്തെ ക്യാമറമാൻ പഴയത് ബ്ലൂ ഫിലിമിൻ്റെ ക്യാമറാമാൻ ആയിരുന്നു, അതുകൊണ്ടാണ് 24 മണിക്കൂർ അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു. കൊള്ളില്ല. നമ്മൾ 100 ദിവസം തികച്ചു. ഇൻഡോ ജയിച്ചപ്പോൾ ഏതെങ്കിലും ഇൻഡോ ജയിക്കിട്ട്, ആരെങ്കിലും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ സീസൺ നമ്മൾ കാണുക പോലും ചെയ്തില്ല. എനിക്കൊന്നും അതിലെവിടെയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു സിനിമാ നടൻ്റെ ഏതോ സിനിമ എന്തോ കാണാമെന്ന് ആ ഒറ്റ എപ്പിസോഡ് മാത്രമേ ആകപ്പാടെ എന്തെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ ആകപ്പാടെ ഉണ്ടായിരുന്നത് ജാൻമണി ദാസിൻ്റെ ആയിരുന്നു. ജാൻമണി ദാസിൻ്റെ എനക്ക് വീട്ടിൽ പോകണം, ഇതിവിടെ എനിക്ക് പറ്റില്ല, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പറഞ്ഞതൊന്നും കള്ളമൊന്നുമല്ല. 2006 മുതൽ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിച്ച ഏറ്റവും നല്ലൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, അന്നും ഇന്നും നല്ലൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ജാൻമണി ദാസ് എന്ന് പറയുന്നത്. അപ്പം ജാൻമണി ദാസ് തൻ്റെ ആളുടെ ക്യാരക്ടറൊക്കെ നല്ല അതുപോലെ നിന്നു. പിന്നെ ഇത്തിരി വാശിയും വൈരാഗ്യവും ഒക്കെ ഉള്ള സ്വഭാവം ആയതുകൊണ്ട് തന്നെ അത് എക്സ്പ്രസും ചെയ്തിരുന്നു. അതിലും തെറ്റ് പറയാനില്ല. പിന്നെ അതിലേറ്റവും ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ലാലേൻ്റെ മുമ്പിൽ ചെയ്തു. അത് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. അത് നല്ല രസമുള്ളതായിരുന്നു. അല്ലാതെ അതിൽ ഇപ്പം പറയാൻ വേണ്ടി മാത്രം വൈൽഡ് കാർഡ് എൻട്രിയും കണക്കി തന്നെ, ഉള്ള എൻട്രിയും കണക്കി തന്നെ, എല്ലാ എൻട്രിയും കണക്കായൊരു നനഞ്ഞ വടക്കമായ സീസണായിരുന്നു. ജപ്രിപ്രയം അല്ലാതെ ഒന്നുമില്ല. പാരൻസിൻ്റെ എൻട്രി പോലും അവിടെ പാരൻസിൻ്റെ എൻട്രിയിലാണെന്ന് തോന്നുന്നു, അഭിഷേകിൻ്റെ എൻട്രിയിലോ അത് നന്ദനയുടെ എൻട്രിയിലോ ഏതോ ഒരു എൻട്രി നല്ല കൊള്ളായിരുന്നു. പറഞ്ഞിട്ടില്ലേ, കണ്ടസ്റ്റൻ്റെ പേര് പോലും ഓർമ്മയില്ല. ഫസ്റ്റ് സീസണിലെ എല്ലാ കണ്ടസ്റ്റൻ്റെ പേര് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു നനഞ്ഞതായിരുന്നു. അതിലിപ്പം പെങ്ങളൂട്ടി പ്രണയം, ഈ പറഞ്ഞ പോലെ പെങ്ങളൂട്ടി പ്രണയം ഉണ്ടായിരുന്നു, ഡിയോ ഉണ്ടായിരുന്നു, പ്രേമം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിലല്ലേ സായിയൊക്കെ വന്നത്, എന്തിനോ വേണ്ടി തിളച്ച് സാമ്പാർ, വെറുതെ അങ്ങനെ ഒരു സീസൺ ആവരുത്. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. നമ്മൾ 100 ദിവസം കാത്തിരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പേര് ഉണരുന്നൊരു പരിപാടിയാണ്. വെറുതെ ഇരിക്കുന്നവർ ഉറക്കരുത്. അപ്പം നമ്മൾ അത്രയും നല്ലൊരു കണ്ടൻറ്റ് 2 മണിക്കൂർ ഏഷ്യാനെറ്റിൽ കാണിക്കുമെങ്കിലും ഫുൾ ടൈം ജിയോയിലും കാണാൻ പറ്റിയ കണ്ടന്റ് ഉണ്ട്. 24 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രേമിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ പ്രേമം തന്നെ നമ്മൾ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. അതായിരിക്കണം. പിന്നെ ഈ സീസൺ കയറുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്നവരുടെ ഇപ്പം കയറാൻ പോകുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി കയറുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓണം അവിടെ ആയിരിക്കും. ഓണം ഒക്കെ എന്തായിരിക്കും, ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരിക്കും. അവരിറങ്ങുമ്പോൾ എന്തായാലും നവംബർ ആവും. ഏതാണ്ട് സെപ്റ്റംബറിൽ ഒരാളല്ല 1-2 പേരെങ്കിലും ഓഗസ്റ്റ് മാസം ഇറങ്ങിയാലും കുറച്ച് പേര് മുഴുവൻ പേരും ഇറങ്ങുമ്പോൾ എന്തായാലും നവംബർ ആവും. എന്തായാലും കുറേ പേരുടെ ഓണമൊക്കെ അതിനകത്തായിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അതിനകത്തായിരിക്കും. ഇവിടെ മേജർ ഓണം റിലീസൊക്കെ ഇവിടെ നടന്ന് വെളിയിൽ ഗംഭീരമായ 6-7 സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഇവർ അതിനകത്തായിരിക്കും. അവരിതൊന്നും വെളിയിൽ അറിയില്ല. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അങ്ങനെ പല ഇടയ്ക്ക് കുറേ ആൾക്കാരുടെ വിഷു അതിനകത്തായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറേ പേരെ പിറന്നാൾ ആഘോഷം അതിനകത്ത് നടക്കും. എല്ലാം നടക്കും. പക്ഷേ കണ്ടൻറ്റ് ഓണസദ്യ ഉണ്ണുന്നതും ഈ പറയുന്ന പിറന്നാൾ ആഘോഷവും പിന്നെ പാരൻസിൻ്റെ എൻട്രിയും മാത്രമായി മാറരുത്. കാണാനിരിക്കുന്നവരോടും കുറച്ച് നീതിയുള്ള തരത്തിലുള്ള ഇതായിരിക്കണം. ഞാൻ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റും പറയില്ല. എനിക്കറിയാം പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഒരു കാര്യമില്ല. അന്ന് ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലുള്ളവരോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം.